ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്നൊരു എഗ് ബുർജി റെസിപ്പി ആയിട്ടാണ്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന പാവുകൊണ്ട് കൂടെ സെർവ് ചെയ്യാനും പറ്റുന്നൊരു റെസിപ്പിയാണിത്. അതിനുവേണ്ടി ഞാനിവിടെ 7 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ തന്നെ 2 വലിയ സവാള ചെറിയ ബോക്സ് പീസസ് ആയി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 തക്കാളി, ചെറുതാണ് കേട്ടോ തക്കാളി, 2 പച്ചമുളക്, കുറച്ച് മല്ലിയില, കുറച്ച് ഗരം മസാല, മഞ്ഞൾപ്പൊടി, പെപ്പർ പൗഡർ, ഉപ്പ്, ആവശ്യത്തിനുള്ള ബട്ടർ, പിന്നെ പാവ് ഭാജി മസാല ഓപ്ഷണലാണ് കേട്ടോ. ഇനിയൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് വേണമെങ്കിൽ ഓയിലും യൂസ് ചെയ്യാവുന്നതാണ്. നമുക്കിവിടെ ബട്ടറാണ് ഇഷ്ടം, അതുകൊണ്ട് ബട്ടർ യൂസ് ചെയ്യുന്നത്. ബട്ടർ ഇട്ട് ടേസ്റ്റും കൂടുതലാണ്, അതുകൊണ്ട് തന്നെ ബട്ടർ ഇട്ട് ആദ്യം കുറച്ച് മെൽട്ടാവാൻ വേണ്ടി വെക്കാം. കുറച്ച് ചൂടാകുമ്പോൾ തന്നെ അത് മെൽട്ടായി കിട്ടും നമുക്ക്. ഇതിലേക്ക് നമുക്കിനി ചൂടായി കഴിഞ്ഞാൽ കുറച്ച് അരിഞ്ഞു വെച്ച പച്ചമുളക് എടുത്തിട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് കുറച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ബട്ടറിൽ നന്നായി ഫ്രൈ ചെയ്ത് തരട്ടെ. ഇനി നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇത് ചെറുതായി തന്നെ കട്ട് ചെയ്യണം കേട്ടോ, കുറച്ച് വലുതാണെന്നും ആവാൻ പാടില്ല. ചെറിയ ചെറിയ പീസസാക്കി തന്നെ കട്ട് ചെയ്യണം. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇത് കുറേയൊന്നും ഇങ്ങനെ ഫ്രൈ ചെയ്യേണ്ടെന്ന് ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് അതിൻ്റെ കളർ ഒരു പിങ്കിഷ് കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്കിത് ബാക്കിയുള്ള തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി മുട്ട റെഡിയാക്കി വെക്കാനുണ്ട്. മുട്ട എല്ലാം മിക്സ് ചെയ്ത് വെക്കാനുള്ളതാണ്. അപ്പോൾ ഇതിവിടെ ഇതുപോലെ ഇരിക്കട്ടെ, നന്നായി വേവുന്നത് വരെ. നമുക്കിനി ഇതേപോലെ മുട്ട പൊട്ടിച്ച് വേറൊരു പാത്രത്തിലേക്ക് എല്ലാം കൂടി ഒന്ന് പൊട്ടിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മുട്ട റെഡി ആകുമ്പോഴത്തേക്കും ഈ തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഗരം മസാല, മഞ്ഞൾപ്പൊടിയും പെപ്പർ പൗഡറും കൂടി ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം. കുറച്ച് അതിലൊരു റോ സ്മെല്ല് മാറുന്നത് വരെ നമുക്കിത് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടി ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ എല്ലാവർക്കും ബട്ടർ കൂടുതലുള്ളതാണ് ഇഷ്ടം. പിന്നെ അതുകൂടാതെ ബട്ടർ കൂടുതലായ ഒരുപാട് ഡ്രൈ ആവില്ല. ഡ്രൈ ആവാത്തപ്പോഴാണ് ടേസ്റ്റും കൂടുതൽ. പിന്നെ ഇതിലേക്ക് ഞാനിനി കുറച്ച് പാവ് മസാല ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. ഇതിട്ടാൽ കുറച്ചും കൂടി ടേസ്റ്റാണ്, അതുകൊണ്ടാണ് ഞാൻ ഇടുന്നത്. ഇത് നന്നായി മിക്സ് ചെയ്യാം. എല്ലാം കൂടി നന്നായി ഒന്ന് പിടിക്കട്ടെ.
ശേഷം നമുക്ക് നേരത്തെ മിക്സാക്കി വെച്ച മുട്ടയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബട്ടറൊക്കെ ഇങ്ങനെ മുകളിലേക്ക് വന്നതിന് ശേഷം നിങ്ങളിത് ഉണ്ടാക്കുമ്പോൾ ഫ്രൈങ് പാനിൽ ഉണ്ടാക്കുന്നതായിരിക്കും കേട്ടോ കുറച്ചും കൂടി ബെറ്റർ. കാരണം അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതാണ് നല്ലത്. ഇത് ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ഈ കടായിലും അടിക്ക് പിടിക്കാറില്ല, അതുകൊണ്ടാണ് ഞാനിതെടുത്തത്. നിങ്ങൾ ചെയ്യുമ്പോൾ നോൺ സ്റ്റിക്ക് പാനിൽ ചെയ്താൽ മതി. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ മുട്ടയൊക്കെ വെന്ത് ഡ്രൈ ആയി വരും. ഒരുപാടൊന്നും ഡ്രൈ ആവണ്ട, അപ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. കുറച്ച് ഡ്രൈ ആയാൽ മതി. പിന്നെ ബട്ടറും കൂടി ഇട്ടതുകൊണ്ട് അങ്ങനെ ഒരുപാട് ഡ്രൈ ആവില്ല. ഇത് ഡ്രൈ ആവാത്തത് വയ്ക്കാനാണ് ടേസ്റ്റ് കൂടുതൽ. അതിൻ്റെ കൂടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. ഇത് ഉണ്ടാക്കിയാൽ നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. കുട്ടികൾക്ക് നന്നായി ഭക്ഷണം കഴിക്കും. ഇത് ചപ്പാത്തിയുടെ കൂടെയോ പാവിൻ്റെ കൂടെയോ അല്ലെങ്കിൽ എന്ത് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന അപ്പത്തിൻ്റെ കൂടെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. ലൈക്ക് ബ്രെഡിൻ്റെ കൂടെ ആയാലും കുഴപ്പമില്ല. പിന്നെ പെപ്പർ അല്ലെങ്കിൽ മുളക് പൊടി അല്ലെങ്കിൽ പച്ചമുളകിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് സ്പൈസ് ലെവലിൻ്റെ അളവനുസരിച്ചിട്ട് കൂട്ടോ കുറക്കുകയും ചെയ്യാം. ഉപ്പും അതുപോലെ തന്നെ നോക്കിയിട്ട് വേണം ഇടാൻ. ഇനി ഞാനിതിലേക്ക് മല്ലിയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായി മിക്സ് ആയിട്ട് അപ്പോഴത്തേക്കും നമ്മുടെ പാവ് നേരത്തെ സ്റ്റീം ചെയ്യാൻ വേണ്ടി വെച്ചത് നമുക്ക് തുറന്ന് നോക്കാം. ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആവും അതുപോലെ സ്റ്റീം ചെയ്താൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്റ്റീം ചെയ്യണമെന്നില്ലെങ്കിൽ ബട്ടർ തേച്ച് ജസ്റ്റ് ഒന്ന് ഫ്രൈ പാനിൽ തിരിച്ച് മറിച്ചിട്ട് കൊടുത്താലും മതി. ഇവിടെ എല്ലാവർക്കും ഇതുപോലെ സോഫ്റ്റ് ആവുന്നതാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇതൊക്കെ എല്ലാം റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കാം. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ വരുന്നത് വരെ ടേക്ക് കെയർ. ബൈ.